അപ്പോൾ നമ്മുടെ ചായക്കടയിലെ പഴംപൊരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം ടൈപ്പുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം പഴുത്തതാണ്. നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം നമ്മൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് നമ്മൾ മീഡിയം ടൈപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 ഏലക്കായ പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു കളറിനാണത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെല്ലാം നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ചേർത്ത് ഇതിൻ്റെ ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൊണ്ടാണ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയേക്കുന്നത്. അതൊരു ഒത്തിരി തിന്നുമല്ല എന്നാൽ ഒത്തിരി തിക്കും അല്ലാത്ത രീതി വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി. നമ്മൾ അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാം. നമ്മുടെ പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. ഇനി ആ എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മൾ ആ ചൂടായിട്ട് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണയപ്പം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഏത്തപ്പഴം മുറിച്ച് വെച്ചതിനെ ഒന്ന് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ മുക്കി ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിലിതിന് പല പേരുകളിലാണ് പലയിടത്ത് അറിയപ്പെടുന്നത്. പഴംപൊരി എന്ന് ചിലയിടത്ത് പറയും, ചിലയിടത്ത് ഏത്തക്കാപ്പം എന്ന് പറയും, ചിലയിടത്ത് വാഴക്കാപ്പൊരി എന്ന് പറയും. അങ്ങനെ പല പേരുകളിലാണ് നമ്മുടെ നാടുകളിൽ ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പം 3 എണ്ണം ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളുടെ ഏത്തപ്പഴത്തിനെല്ലാം നമ്മൾ ആ ഒരേ തീ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അത് കൂടുതൽ എണ്ണ കുടിക്കുകയും പെട്ടെന്ന് ഒത്തിരി തീ അങ്ങ് വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ്. അപ്പോൾ ഒരേ തീ വെച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇത് നമ്മൾ പൊരിച്ചെടുക്കാൻ. നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഏത്തപ്പഴത്തെ നമുക്ക് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴം. അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ ആ കളറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലൂടെ ഒന്ന് വേകാൻ വേണ്ടി നിൽക്കാം. നമ്മുടെ പഴംപൊരി നല്ലവണ്ണം മൊരിഞ്ഞ് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പഴംപൊരി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതിനെ നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോരോ ബാച്ചായിട്ട് ബാക്കിയുള്ള പഴംപൊരിയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് പഴം നമ്മൾ പൊരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പഴത്തിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.